ആകാശവാണി. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഡൽഹി സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശുപത്രിയിൽ സന്ദർശിച്ചു. രാജ്യത്ത് സുരക്ഷ ശക്തം. ബോട്സ്വാനയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ എന്യൂമറേഷൻ ഫോം വിതരണം പുരോഗമിക്കുന്നു. വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട് പുതുക്കിയ ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പ്രത്യേക ചെസ്റ്റ് ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഡൽഹി സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശുപത്രിയിൽ സന്ദർശിച്ചു. 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം പൂർത്തിയാക്കി ഡൽഹിയിൽ മടങ്ങിയെത്തിയ ഉടനെയാണ് പ്രധാനമന്ത്രി പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്ന ലോക് നായക് ജയപ്രകാശ് നാരായൺ ആശുപത്രിയിലെത്തിയത്. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് കർശന സുരക്ഷ തുടരുന്നു. പ്രധാന വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, പൊതു ഇടങ്ങൾ തുടങ്ങിയ എല്ലായിടത്തും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഊർജിതമാക്കി. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ലാൽകില മെട്രോ സ്റ്റേഷൻ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ചുവപ്പുകോട്ടയിലും നാളെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. ദേശീയ തലസ്ഥാനത്തെ സാഹചര്യം കണക്കിലെടുത്ത് ഡൽഹി വിമാനത്താവളത്തിൽ ഉൾപ്പെടെ സുരക്ഷാ പരിശോധന വർദ്ധിപ്പിച്ചു. യാത്രകൾ ഇതനുസരിച്ച് ക്രമീകരിക്കണമെന്നും വിമാനത്താവളത്തിൽ നേരത്തെ എത്തിച്ചേരണമെന്നും വിമാനത്താവള അധികൃതർ പറഞ്ഞു. ബോട്സ്വാനയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതിയുടെ ബോട്സ്വാന സന്ദർശന വേളയിൽ ബോട്സ്വാന പ്രസിഡന്റ് ദുമു ബോക്കോയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ന് ബോട്സ്വാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22 നടക്കും. 2 ഘട്ടങ്ങളിലായി ഡിസംബർ 9 11 വോട്ടെടുപ്പ്. അടുത്ത മാസം 13 വോട്ടെണ്ണൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം ശുപാർശ ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള പാർട്ടി ഭാരവാഹികളുടെ ഒപ്പ് അതത് രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന ഭാരവാഹികൾ സാക്ഷ്യപ്പെടുത്തി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് സമർപ്പിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൂടാതെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് രൂപീകരിക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ എന്യൂമറേഷൻ ഫോം വിതരണം പുരോഗമിക്കുന്നു. ഈ മാസം 25 ആദ്യഘട്ട എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തീകരിക്കും. തുടർച്ചയായ 6ാം തവണയും അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് പദവി നിലനിർത്തി കോഴിക്കോട് കാപ്പാട് ബീച്ച്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പരിപാലിച്ചു വരുന്ന ബീച്ചിൽ നടപ്പാക്കുന്ന കാട്ട് ഓർക്കിഡുകളുടെ പുനരധിവാസം പദ്ധതിക്ക് മികച്ച പ്രവർത്തനങ്ങളുടെ മത്സര വിഭാഗത്തിൽ 1ാം സ്ഥാനവും ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. പരാഗണകാരികളുടെയും പ്രാണികളുടെയും നഷ്ടനിലയിൽ വിഷയവിഭാഗത്തിലാണ് അവാർഡ്. ഡെൻമാർക്ക് ആസ്ഥാനമായ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനാണ് അവാർഡ് നൽകുന്നത്. ജൈവവൈവിധ്യ സംരക്ഷണം, കാലാവസ്ഥാ പ്രതിരോധം, തീരമേഖലാ പരിസ്ഥിതി സംരക്ഷണം തുടങ്ങി ബ്ലൂ ഫ്ലാഗ് മൂല്യങ്ങളുമായി ചേർന്നു പോകുന്ന രീതിയിൽ സസ്യവളത്തിലും ആവാസവ്യവസ്ഥ പുനരുദ്ധാരണത്തിലും ശാസ്ത്രീയ രീതികൾ പിന്തുടർന്നാണ് കാപ്പാട് പദ്ധതി നടപ്പാക്കിയത്. കണ്ണൂരിലെ ചാൽ ബീച്ച് ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് ഈ വർഷം 13 ബീച്ചുകളാണ് ബ്ലൂ ഫ്ലാഗ് പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി ആവശ്യമായ സർക്കാർ ഫയലുകൾ പരിശോധിക്കുന്നതിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയില്ലാത്ത പ്രപ്പോസലുകൾ വകുപ്പുകൾ നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയക്കാൻ പാടില്ലെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ദേശീയ പൊതുസേവന പ്രക്ഷേപണ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ പ്രത്യേക പരിപാടികൾ നടന്നു. പ്രസാർ ഭാരതി ചെയർമാൻ നവനീത് കുമാർ സെഹ്ഗാൾ പരിപാടികളിൽ പങ്കെടുത്തു. നിരവധി കലാകാരന്മാർ പ്രത്യേക പരിപാടികളുടെ ഭാഗമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ റേഡിയോയിൽ തത്സമയ അഭിസംബോധന നടത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ദിനാചരണം.
വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട് പുതുക്കിയ ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നഗരപ്രദേശങ്ങളിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ ചെസ്റ്റ് ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ മന്ത്രാലയം നിർദ്ദേശിച്ചു. വായു മലിനീകരണം ഏറ്റവും കൂടുതലുള്ള മാസങ്ങളിൽ ഈ ക്ലിനിക്കുകൾ ദിവസവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും പ്രവർത്തിക്കണം. ഉയർന്ന വായു മലിനീകരണമുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കണമെന്നും മലിനീകരണമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ആലപ്പുഴ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം ഉത്സവ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. മണ്ണാറശാലയിൽ ആയില്യം തൊഴാൻ ഭക്തജന പ്രവാഹം തുടരുകയാണ്. സ്ത്രീകൾ മുഖ്യ പൂജാരിണിമാരായ അപൂർവ ക്ഷേത്രമാണിത്. മണ്ണാറശാല വലിയമ്മ സാവിത്രി അന്തർജനത്തിന്റെ മുഖ്യ കാർമ്മികത്തിൽ ആയില്യം എഴുന്നള്ളിപ്പ് നടന്നു. ഇപ്പോൾ നടക്കുന്ന ആയില്യം പൂജ അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും. നൂറും പാലും, പഞ്ചലോഹ നിർമ്മിത സർപ്പരൂപങ്ങളും ഉപ്പും മഞ്ഞളുമൊക്കെ തിരുനടയിൽ സമർപ്പിച്ചാണ് ഭക്തർ മടങ്ങുന്നത്. മണ്ണാറശാല ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പൊതു അവധി നൽകിയിരുന്നു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്ക്. മോഹൻലാലിന്റെ ജീവിതം മൈമിലൂടെ അരങ്ങിലെത്തിച്ച് വിസ്മയം തീർത്ത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂൾ വിദ്യാർത്ഥികൾ. മോഹൻലാലിന്റെ ബാല്യം മുതൽ ദാദാസാഹിബ് ഫാൽക്കെ വരെയുള്ള യാത്രയാണ് കുട്ടികൾ പുനരാവിഷ്കരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം സൗത്ത് സബ് ജില്ലാ കലോത്സവ വേദിയിലാണ് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന്റെ ജീവിതകഥ ആസ്പദമാക്കി തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂൾ വിദ്യാർത്ഥികൾ മൈം അവതരിപ്പിച്ചത്. മോഹൻലാൽ ഈ വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങി 50 വർഷം പൂർത്തിയാക്കിയതിന്റെ ആദരസൂചകമായിട്ടായിരുന്നു അവതരണം. മോഹൻലാലിന്റെ തുടക്കകാലത്തെ സിനിമകൾ, ആ സമയത്തെ കഷ്ടപ്പാടുകൾ, സോഷ്യൽ മീഡിയ ട്രോളുകളെ മറികടന്നുള്ള തിരിച്ചുവരവ്, തുടർന്നുണ്ടായ നേട്ടങ്ങൾ, ഒടുവിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് സ്വീകരിക്കുന്നതുവരെയുള്ള മുഹൂർത്തങ്ങൾ പ്രകടനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. മൈം കലാകാരനായ സോനു സുരേന്ദ്രനാണ് മൈമിന്റെ കഥയും സംവിധാനവും ഒരുക്കിയത്. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്തത് തെരുവുനായ ആക്രമണത്തെ തുടർന്നെന്ന് സ്ഥിരീകരിച്ച് ഗവൺമെന്റ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ. ക്യാപ്ചർ മയോപ്പതിയാണ് മാനുകളുടെ മരണത്തിന് ഇടയാക്കിയത്. നായകളുടെ ആക്രമണത്തിന്റെ പാടുകൾ മാനിന്റെ ശരീരത്തിലുണ്ട്. എല്ലാ കൂടുകളുടെയും സുരക്ഷ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. തൃശൂർ കുതിരാനിൽ ഒറ്റയാനയും ആനക്കൂട്ടത്തെയും തുരത്താൻ പ്രത്യേക ആക്ഷൻ പ്ലാൻ തുടങ്ങിയതായും ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. ഇത് സംബന്ധിച്ച് പീച്ചിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നത് കുതിരാനിൽ പ്രായോഗികമല്ലാത്തതിനാൽ ആനയെ കാടുകയറ്റാൻ ദിവസങ്ങൾ നീണ്ട ദൗത്യത്തിന് വനംവകുപ്പ് നീക്കം തുടങ്ങിയതായും അരുൺ സക്കറിയ പറഞ്ഞു. തിരുവനന്തപുരം ജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം 25 മുതൽ 29 വരെ ആറ്റിങ്ങലിൽ നടക്കും. ആറ്റിങ്ങൽ മോഡൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയാകും. ജില്ലയിലെ 12 ഉപജില്ലകളിൽ നിന്നായി 30,000-ൽ പരം വിദ്യാർത്ഥികൾ മത്സരരംഗത്തുണ്ടാകും. PM ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ മാറ്റിവെച്ചു. മറ്റന്നാൾ തൃശൂരിൽ നടത്താൻ തീരുമാനിച്ച ഉദ്ഘാടന സമ്മേളനവും 20-ന് ആലപ്പുഴയിൽ നടത്താനിരുന്ന സമാപന സമ്മേളനവും എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും നടത്താനിരുന്ന ആഘോഷ പരിപാടികളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ലോക ഗർഭാശയഗള ക്യാൻസർ നിർമ്മാർജ്ജന ദിനമായ ഈ മാസം 17-ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ 25-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കായി സൗജന്യ ഗർഭാശയഗള ക്യാൻസർ നിർണയ പരിശോധന നടത്തും. പങ്കെടുക്കുന്നതിന് 047125222299 എന്ന നമ്പറിൽ രാവിലെ 10-നും വൈകിട്ട് 4-നും ഇടയിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശുപത്രിയിൽ സന്ദർശിച്ചു. രാജ്യത്ത് സുരക്ഷ ശക്തം. ബോട്സ്വാനയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ എന്യൂമറേഷൻ ഫോം വിതരണം പുരോഗമിക്കുന്നു. വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട് പുതുക്കിയ ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പ്രത്യേക ചെസ്റ്റ് ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.